ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി, അമിതമായിട്ട് സംസാരിച്ചാൽ എന്ത് ചെയ്യും? അമിതമായിട്ട് ആരോടെ വർത്തമാനം പറഞ്ഞാലും ബന്ധങ്ങൾ ഉലയാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അത് 90% 100% ശരിയാണ് കേട്ടോ. നമ്മൾ ജീവിതത്തിൽ നമ്മൾ അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാൻ പാടില്ല. അത്യാവശ്യത്തിന് വർത്തമാനം പറയണം, അത് വേറെ കാര്യം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം കുടുംബത്തിനകത്ത് അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അമിതമായി സംസാരിച്ചത് കൊണ്ട് ബന്ധങ്ങൾക്ക് തകരാറുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്നാൽ തന്നെയും വീട്ടിലാണെങ്കിൽ തന്നെയും അമിതമായി സംസാരിച്ചാൽ എന്ത് ചെയ്യും? ആ ബന്ധങ്ങളൊക്കെ വലയാനും വഴക്കുകൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ആരോടായാലും അമിതമായിട്ട് വർത്തമാനം പറയാൻ പാടില്ല. എന്നാൽ ഒരു പരിചിതനെ കാണുകയാണ്, അദ്ദേഹം നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അദ്ദേഹം നിങ്ങളെ നോക്കി വരികയാണ് എങ്കിൽ, അദ്ദേഹത്തിന് നിങ്ങളെയും നിങ്ങൾക്ക് അദ്ദേഹത്തെയും പരിചിതനാണെങ്കിൽ പുഞ്ചിരിക്കുന്നതിനെന്തില്ല, തെറ്റില്ല. പിന്നീട് നീ അല്പസ്വല്പം വർത്തമാനം പറഞ്ഞതും തെറ്റില്ല. പക്ഷെ അമിതമായ വർത്തമാനം പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ ഉലയാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആരോടായാലും നമ്മൾ വീട്ടിലെയോ 2 ദിവസം 2 ചങ്ങാതിമാർ 2 ദിവസം അടുപ്പിച്ച് ഒരുപാട് നേരം നിന്ന് വർത്തമാനം പറയുന്നതാണ്, 3 ചെന്ന് അവർ ഭയങ്കര വഴക്കിട്ട് ബദ്ധശത്രുക്കളായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ലോകം അങ്ങനെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമിതമായി ആരോട് വർത്തമാനം പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബന്ധങ്ങൾ ഉലയാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബന്ധങ്ങളൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ അത്യാവശ്യം എല്ലാവരോടും വർത്തമാനം പറയുക, അമിതമാകാനും പാടില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മളെ മൈൻഡ് നടന്നു പോവുകയാണ് എങ്കിൽ അദ്ദേഹത്തോട് അന്നേരം കയറി വർത്തമാനം പറയരുത്. ചിലപ്പോൾ നമ്മുടെ പരിചിതനായ വ്യക്തിയായിരിക്കും, നമ്മളുടെ അടുത്തൂടെ പോകുന്നു, നമ്മളെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ അന്നേരം കയറി വർത്തമാനം പറയരുത്. അത് ചിലപ്പോൾ വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അപമാനിതനാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു വെക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണെങ്കിൽ, ഞാൻ ആരോടും അമിതമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. നേരത്തെ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എല്ലാവരോടും അമിതമായിട്ട് വർത്തമാനം പറയുന്ന ഒരാളായിരുന്നു. അമിതമായിട്ട് വർത്തമാനം പറയുവായിരുന്നു 5-6 വർഷത്തിന് മുമ്പ് വരെ. ഇപ്പം ഞാൻ ഒരു മനുഷ്യരോടും ഞാൻ കഴിവതും ആരോടും വർത്തമാനം പറയാറില്ല. അങ്ങനെ ഇപ്പോൾ ആരോടും അമിതമായിട്ട് വർത്തമാനം പറയാറില്ല. എന്നാൽ ഇതിന് അത്യാവശ്യം വർത്തമാനം പറയും, അതേ ഉള്ളൂ. കാരണം ബന്ധങ്ങൾക്ക് എന്ത് ചെയ്യും? തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അമിതമായിട്ട് വർത്തമാനം പറഞ്ഞാൽ ബന്ധങ്ങൾ തകരും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയാനും പാടില്ല. അങ്ങനെ ചെയ്താൽ കൂടി ചിലപ്പോൾ എന്ത് ചെയ്യും? ബന്ധങ്ങൾ തകരും. കാരണം നിങ്ങൾ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുന്നു, ആ കേൾക്കുന്ന വ്യക്തിയുടെ സുഹൃത്തിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കുറ്റം പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടാതെ വരികയും നിങ്ങളുമായി വഴക്കുണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊന്നും പാടില്ല. മറ്റൊരാളുടെ കുറ്റം ഒരിക്കലും വേറൊരാളോട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ബന്ധങ്ങളിൽ നിന്നുള്ളൊരു പോസിറ്റീവ് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാനും പാടില്ല കേട്ടോ. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു വ്യക്തി നിങ്ങളുടെ പരിചിതനാണ്, അദ്ദേഹം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അദ്ദേഹത്തോട് അന്നേരം കയറി വർത്തമാനം പറയരുത് കേട്ടോ. അപ്പം എൻ്റെ ഒരു രീതിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഞാൻ അങ്ങനെ അമിതമായിട്ട് ആരും വർത്തമാനം പറയില്ല. പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതെ ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ ഞാനും ആ വ്യക്തിയെ ഒട്ടും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. അത് വേറെ കാര്യം. അത് നമ്മൾ എപ്പോഴത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു വെക്കേണ്ട ഒരു ഫാക്റ്റാണ് കേട്ടോ. അറിഞ്ഞു വെക്കേണ്ട വസ്തുതകളാണ്. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് കഴിയുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്.